നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള തീരത്ത് വീണ്ടും കടലാക്രമണത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. അതീവ ജാഗ്രത വേണ്ട സമയമാണിത്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ തന്നെ ഈ കടലാക്രമണ ഭീഷണിയെ ചെറുതായി കാണരുത്. തിരുവനന്തപുരം കാപ്പിൽ മുതൽ പുഴിയൂർ വരെ, കൊല്ലം ആലപ്പാട് മുതൽ ഇടവ വരെ, ആലപ്പുഴ ചെല്ലാനം മുതൽ അഴീക്കൽ വരെ, കണ്ണൂർ കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ വൈകിട്ട് 5:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നത്. കന്യാകുമാരി തീരത്ത് നീരോടി മുതൽ ആരോഗ്യപുരം വരെ നാളെ രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. കേരളത്തിന്റെ അഭിമാനമായിരുന്ന ശംഖുമുഖം ബീച്ച് വീണ്ടും പൂർണ്ണമായും കടലെടുത്തിരിക്കുകയാണ്. ഓരോ തവണ ബീച്ച് തകരുമ്പോഴും ലക്ഷങ്ങൾ മുടക്കി നടത്തുന്ന തീരസംരക്ഷണ പ്രവർത്തനങ്ങൾ അടുത്ത മഴക്കാലത്ത് കടലെടുക്കുന്നതാണ് ശംഖുമുഖം ബീച്ചിലെ കാഴ്ച. അടിക്കടി ബീച്ച് തകർന്നതിന്റെ കാരണം പഠിക്കുവാനോ ശാസ്ത്രീയ പുനർനിർമ്മാണം നടത്തുവാനോ സർക്കാരോ ടൂറിസം വകുപ്പോ മെനക്കെട്ടിട്ടില്ല. കാറ്റേറ്റും കാഴ്ചകൾ കണ്ടും ജീവിതം ആസ്വദിക്കാൻ ഒരു നാളിൽ കേരളം ഒഴുകിയെത്തിയിരുന്ന തീരമായിരുന്നു ശംഖുമുഖം. 400 മീറ്ററോളം ഉണ്ടായിരുന്ന തീരം മുഴുവൻ കടൽ കാർന്നു കൊണ്ടുപോയ കാഴ്ചയാണ് ബാക്കി. തീരഭംഗി ആസ്വദിച്ചിരുന്ന ഇരിപ്പിടങ്ങളെല്ലാം തകർന്നതോടെ തിരയിൽപ്പെട്ട് മറിഞ്ഞു കിടക്കുന്ന വള്ളങ്ങളെയൊക്കെ ബെഞ്ചുകളാക്കുകയാണ് സഞ്ചാരികൾ. ഓരോ തവണ ബീച്ച് തകരുമ്പോഴും മന്ത്രിമാരോടും രാഷ്ട്രീയ നേതാക്കളും മുറതെറ്റാതെ എത്തി എല്ലാം ശരിയാക്കുമെന്ന് പറയും. എന്ത് തരം ഇടപെടലും തീരത്ത് നടത്തുന്നതിന് മുമ്പ് നടത്തേണ്ട ശാസ്ത്രീയ പഠനങ്ങൾ ഒരു ഘട്ടത്തിലും നടത്തിയിട്ടില്ല. ലക്ഷങ്ങൾ മുടക്കി പണിത റോഡും ഇരിപ്പിടങ്ങളും ഇടിഞ്ഞു താണ് അടിക്കടി ബീച്ച് തകർന്നതിന്റെ കാരണം പോലും ടൂറിസം വകുപ്പ് പഠിക്കുവാൻ മെനക്കെടുന്നുമില്ല. ശാസ്ത്രീയ പുനർനിർമ്മാണം നടത്താനും തയ്യാറായിട്ടില്ല. സന്ദർശകരുടെ എണ്ണം കുറഞ്ഞതോടെ ബീച്ചിനോടനുബന്ധിച്ചുള്ള കച്ചവടക്കാരുടെ വരുമാനം നിലച്ചു എന്നാണ് കച്ചവടക്കാരുടെ പ്രതികരണം. അതേസമയം തന്നെ മറ്റൊരു കാര്യവും ചൂണ്ടിക്കാട്ടേണ്ടി വരും. കേരള തീരത്തെ കടൽ വീഴുവാൻ ഇനി ഏറെക്കാലം വേണ്ടിവരില്ലെന്ന സത്യം. കൊച്ചിയും തിരുവനന്തപുരവും ആലപ്പുഴയും ഉൾപ്പെടെ നഗരങ്ങൾ 50 വർഷത്തിനുള്ളിൽ കടൽ വീഴുവാൻ സാധ്യതകൾ ഏറെയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് 50 വർഷത്തിനുള്ളിൽ കടൽ ജലനിരപ്പ് 1 മീറ്റർ ഉയർന്ന സാഹചര്യത്തിൽ തീരമേഖലയിലെ എല്ലാ മഹാനഗരങ്ങളും ജനവാസ മേഖലകളും കടലിൽ മുങ്ങും. താപനില വർദ്ധിച്ചതോടെ കടലേറ്റം രൂക്ഷമായത് മാത്രമല്ല, കടൽ മത്സ്യങ്ങൾ ഒന്നാകെ കേരള തീരം വിടുകയും ചെയ്തിരുന്നു. കേരളത്തിലെ പ്രധാന ബീച്ചുകളിൽ ഒന്നായ ശംഖുമുഖം ബീച്ച് ഇപ്പോൾ തന്നെ ഇല്ലാതായിരിക്കുന്നു. കേരള തീരത്തെ 12 ചെറു ബീച്ചുകൾ കടൽക്ഷോഭത്താൽ ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ട്. ആഗോള താപനം മൂലം കടൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ബീച്ചുകൾ മാത്രമല്ല, തീരപ്രദേശത്തുള്ള മനുഷ്യരുടെയും മറ്റു ജീവജാലങ്ങളുടെയും വാസസ്ഥലങ്ങളും ജൈവ ആവാസ വ്യവസ്ഥയും തന്നെ തകരുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കൊച്ചിയും മുംബൈയും ഉൾപ്പെടെ 15 ഇന്ത്യൻ നഗരങ്ങളിൽ കടൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നതായാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. സമുദ്രനിരപ്പ് ഉയർന്ന ആദ്യ 6 ഇന്ത്യൻ നഗരങ്ങളുടെ പട്ടികയിൽ 4ാം സ്ഥാനത്താണ് കേരളത്തിലെ കൊച്ചി. മുംബൈയും ചെന്നൈയും ഹൈദരാബാദും കന്യാകുമാരിയും കടലിൽ മുങ്ങുന്നതിന് മുൻപ് തന്നെ ആലപ്പുഴ പട്ടണവും കുട്ടനാടും കടലെടുത്തു പോകും. 30 വർഷത്തിനുള്ളിൽ മുംബൈ, ചെന്നൈ, പനാജി നഗരങ്ങളിൽ 10%, കൊച്ചിയിൽ 5% വരെയും കരഭൂമി മുങ്ങിപ്പോകും. മംഗലാപുരം, വിശാഖപട്ടണം, ഉടുപ്പി, പുരി നഗരങ്ങളിലും 5% വരെ ഭൂമി വെള്ളത്തിനടിയിലായേക്കും. 8 വർഷത്തിനുള്ളിൽ കേരളത്തിലെ കടൽ നിരപ്പ് 11 സെന്റിമീറ്റർ ഉയരുമെന്നാണ് നാസയുടെ തന്നെ റിപ്പോർട്ട്. കേരള തീരത്ത് 1 മീറ്റർ ജലനിരപ്പ് ഉയർന്നാൽ 372 ചതുരശ്ര കിലോമീറ്റർ ഭൂമി കടലിന് അടിയിലാകും. അതായത് കുട്ടനാടും ആലപ്പുഴയും വെള്ളത്തിനടിയിലാകുമെന്നത് വ്യക്തം. നാസയുടെ പഠനമനുസരിച്ച് ഈ നൂറ്റാണ്ടിന്റെ അന്ത്യത്തോടെ കൊച്ചി, പാരാദ്വീപ്, ഖിദിർപൂർ, വിശാഖപട്ടണം, ചെന്നൈ, തൂത്തുക്കുടി, ഓഖ, ഭവ്നഗർ, മുംബൈ, മോർമുഗാവ്, മംഗളൂരു എന്നീ 12 ഇന്ത്യൻ നഗരങ്ങളുടെ ഏറെ പ്രദേശങ്ങളും കടലെടുക്കുവാൻ ഏറെക്കാലം വേണ്ടിവരില്ല. 590 കിലോമീറ്റർ നീളവും 120 കിലോമീറ്റർ വരെ വീതിയുമുള്ള കേരളത്തിന്റെ വിസ്തൃതി ആകെ 38,863 ചതുരശ്ര കിലോമീറ്ററാണ്. കടലിൽ നിന്ന് 7.5 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് തീരപ്രദേശം. കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ 10.25% വരുന്ന ഈ പ്രദേശത്ത് ജനസാന്ദ്രത കൂടുതലുമാണ്. കേരളത്തിലെ ജനസാന്ദ്രത ചതുരശ്ര കിലോമീറ്ററിന് 810 ആണെന്നിരിക്കെ തീരപ്രദേശത്ത് ഇത് 2168 വരും. കേരള തീരത്ത് 1 മീറ്റർ ജലനിരപ്പ് ഉയർന്നാൽ 372 ചതുരശ്ര കിലോമീറ്റർ ഭൂമി കടലിന് അടിയിലാകും. 100 വർഷം കഴിയുമ്പോൾ തൃശൂർ ജില്ലയുടെ 150 ചതുരശ്ര കിലോമീറ്ററും, ആലപ്പുഴ ജില്ലയുടെ 116 ചതുരശ്ര കിലോമീറ്ററും, കോട്ടയത്തെ 88 ചതുരശ്ര കിലോമീറ്ററും, എറണാകുളത്തെ 20 ചതുരശ്ര കിലോമീറ്ററും മുങ്ങിപ്പോകും. സമുദ്ര താപനില വർദ്ധിക്കുന്നതിന്റെ ഏറ്റവും ആദ്യത്തെ പ്രത്യാഘാതമാകും സമുദ്ര ജലനിരപ്പിൽ ഉണ്ടാകുന്ന വർധനവ്. ഭൂമിയുടെ നിലനിൽപ്പിന് തന്നെ ഏറ്റവും അധികം ഭീഷണി ഉയർത്തുവാൻ പോകുന്ന പ്രതിഭാസവും ഈ കടൽ ജലനിരപ്പിലെ വർധനവായിരിക്കും. ലോകത്തിലെ ആകെ 200 കോടിയിലധികം ജനങ്ങൾക്ക് തന്നെ ഭീഷണിയാകുന്ന പ്രവർത്തനമാണ് കടൽ ജലനിരപ്പിൽ ഉണ്ടാകുന്ന വർധനവ്. കടലിന് ചൂട് പിടിക്കുമ്പോൾ സംഭവിക്കുന്ന 2 കാര്യങ്ങളാണ് ജലനിരപ്പ് വർദ്ധിപ്പിക്കുന്നത്.
ഒന്ന് ചൂട് കൂടുമ്പോൾ ജലകണികകൾ കൂടുതൽ വികസിക്കുകയും ഇതോടെ ഇവയ്ക്ക് സ്ഥിതി ചെയ്യുവാൻ കൂടുതൽ സ്ഥലം ആവശ്യമായി വരികയും ചെയ്യുന്നു. ഇന്ത്യയുടെ മറ്റൊരു റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട്. ഇന്ത്യയുടെ തീരപ്രദേശം വർദ്ധിക്കുന്നുവെന്നാണ് ആ റിപ്പോർട്ട്. പുതിയ അളവെടുപ്പ് രീതി പ്രകാരം ഇന്ത്യയുടെ തീരപ്രദേശം 11,908 കിലോമീറ്റർ നീളമുള്ളതാണ്. മുമ്പത്തെ കണക്കുകളിൽ ഇത് 7,516 കിലോമീറ്റർ ആയിരുന്നു. ഏകദേശം 3,582 കിലോമീറ്റർ അല്ലെങ്കിൽ ഏകദേശം 48% വർധനവാണ് തീരപ്രദേശങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഈ വർധനവ് തീരപ്രദേശം ഭൗതികമായി വികസിച്ചു എന്നത് അർത്ഥമാക്കുന്നില്ല. മികച്ച സാങ്കേതിക വിദ്യയും കൂടുതൽ വിശദമായ മാപ്പിംഗും മൂലമാണ് ഇന്ത്യയുടെ തീരപ്രദേശ കണക്കുകൾ വളർന്നിരിക്കുന്നത്. 1970-കളിലാണ് ഇതിനു മുമ്പ് തീരപ്രദേശങ്ങൾ അളന്നത്. അന്ന് താഴ്ന്ന റെസല്യൂഷനുള്ള ഭൂപടങ്ങൾ ഈ ഭൂപടങ്ങൾക്ക് തീരത്തിന്റെ സൂക്ഷ്മമായ വളവുകളും തിരിവുകളും കൃത്യമായി രേഖപ്പെടുത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇന്ന് പുതിയ സ്കെയിലിൽ ഉയർന്ന റെസല്യൂഷൻ ഡാറ്റ ഉപയോഗിച്ചു. ഇത് കൂടുതൽ വിവരങ്ങൾ കൂട്ടിച്ചേർക്കുവാൻ സഹായിച്ചു. ഈ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഒരു ഉദാഹരണം കൂടി നമുക്ക് നോക്കാം. ഒരു നീണ്ട വടി ഉപയോഗിച്ച് ഒരു കുണ്ടും കുഴിയുമുള്ള ഒരു റോഡ് അളക്കുന്നുവെന്ന് സങ്കല്പിക്കുക. ഇവിടെ നിങ്ങൾക്ക് ചെറിയ കുഴികളും വളവുകളും നിങ്ങൾക്ക് കൃത്യമായി രേഖപ്പെടുത്തുവാൻ കഴിയില്ല. എന്നാൽ ഇതേ കണക്കെടുപ്പ് നിങ്ങൾ ചെറിയ ഒരു വടി ഉപയോഗിച്ച് നടത്തിയാൽ കുറച്ചുകൂടി വ്യക്തമായ കണക്കെടുപ്പ് സാധ്യമാകും. ഇവിടുത്തെ ചെറിയ വടിയാണ് പുതിയ സാങ്കേതിക വിദ്യ. പരമ്പരാഗത മാനുവൽ ഉപകരണങ്ങൾക്ക് പകരം ആധുനിക GIS അതായത് ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് പുതിയ അളവെടുപ്പ് നടന്നത്. ഭൂമിയുടെ സ്വാഭാവിക ആകൃതി കൂടുതൽ കൃത്യമായി മാപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ സാങ്കേതിക വിദ്യ. മുൻ അളവെടുപ്പിൽ അളവുകൾ നഷ്ടപ്പെടുത്തിയ ചെറിയ കടൽത്തീര ദ്വീപുകളെ പുതിയ അളവെടുപ്പ് ഉൾക്കൊണ്ടു എന്നതാണ് യാഥാർത്ഥ്യം. പുതിയ സാങ്കേതിക വിദ്യ കൂടുതൽ തീരങ്ങൾ തിരിച്ചറിയുവാൻ സഹായിച്ചുവെങ്കിലും ഇപ്പോഴും കണക്കുകൾ പൂർണ്ണമായി എന്ന് പറയുവാൻ കഴിയില്ല. നദികളും പർവ്വതങ്ങളും പോലെയുള്ള തീരപ്രദേശങ്ങൾ സ്വാഭാവികമായും അസമവും നിരന്തരവും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ തീരദേശ വിരോധാഭാസം കണക്കുകളിൽ പ്രതിഫലിക്കും. നദികൾ, വളവുകളും തിരിവുകളും എല്ലാം അളവുകൾ കണക്കാക്കുന്നതിൽ തിരിച്ചടിയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.